ഇനി ഗുരുവായൂരിലേക്കാണ്. ഗുരുവായൂരിലെ വർഗീയ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് NDA സ്ഥാനാർത്ഥി ബി ഗോപാലകൃഷ്ണൻ. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയിട്ടില്ല എന്ന് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു. എനിക്ക് പരാതി ഒരു പ്രശ്നമേ അല്ല. ഞാൻ പറഞ്ഞതിൽ 100% വീണ്ടും 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 ഉറച്ചു നിൽക്കും. പരാതി കൊടുക്കുന്നവർക്ക് അത് തോന്നലുണ്ട്, അത് കഴമ്പുണ്ടെന്ന്. പരാതി കൊടുക്കട്ടെ, എനിക്കൊരു വിഷയമില്ല. ഞാൻ പറഞ്ഞതിനകത്തുനിന്ന് ഒരു ഇഞ്ച് ഞാൻ പുറകോട്ടില്ല. ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രമുഖ മുസ്ലിം പണ്ഡിതന്റെ യാത്രയിൽ ഈ ചാവക്കാട് ഇവിടുത്തെ അബ്ദുൽ ഖാദർ അടക്കം, ഇവിടുത്തെ പ്രതാപനടക്കം, ഇവിടുത്തെ മുഴുവൻ ഇടതുപക്ഷവും വലതുപക്ഷവും ക്യൂ ആയിരുന്നു. എന്തേ തിരുനാവായിലെ കുംഭമേളയിൽ ഒരാൾ തിരിഞ്ഞു നോക്കാഞ്ഞത്? എല്ലാവരെയും വിളിച്ചല്ലോ, എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കിയില്ല? എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കിയില്ലാന്നേ? അതാണ് മതേതരത്വം. ഇവിടെ പോകുന്നവർ അവിടെയും പോകണം, അപ്പം മതേതരത്വമാണ്. അതേസമയം വിവാദ പരാമർശങ്ങൾ ആവർത്തിക്കുകയാണ് ബി ഗോപാലകൃഷ്ണൻ. നിലവിളക്ക് കൊളുത്തുന്നത് ഹറാമാണെന്ന് പ്രഖ്യാപിക്കുന്നവർക്ക് അമ്പലത്തിലെ കാര്യങ്ങൾ നോക്കാൻ നേരമുണ്ടാകില്ല എന്നാണ് ഇന്ന് നടത്തിയ പരാമർശം. ഈ തീർത്ഥാടന കേന്ദ്രത്തോട് അല്പം പോലും താല്പര്യമില്ലാത്തവരാണ് ഈ തീർത്ഥാടന കേന്ദ്രത്തെ ബോധപൂർവം ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവിടെ തെരഞ്ഞെടുക്കപ്പെടാൻ പലപ്പോഴും ഇടതും വലതും നിർത്തിയിട്ടുള്ളത്. നിലവിളക്ക് കൊളുത്തുന്നത് ഹറാമാണെന്ന് പ്രഖ്യാപിക്കുന്നവർക്ക് ഇത് അന്വേഷിക്കാൻ പറ്റില്ല. നിലവിളക്ക് കൊളുത്തുന്നത് ഹറാമാണെന്ന് പ്രഖ്യാപിക്കുന്നവർക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിന് ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിതൊക്കെ അന്വേഷിക്കും. ബി ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. പൊന്നാനി എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിങ്ങളുടെ ആസ്ഥാനമാണ്, അല്ലേ? ഒരു മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്ഥാനമാണ്. അവിടെ ഹിന്ദു MLA-മാരാണ് ഉണ്ടായിരുന്നത്. പലപ്പോഴും ഗുരുവായൂരിൽ മുസ്ലിം MLA-മാരുണ്ടായിട്ടുണ്ട്, പല സ്ഥലത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കേരളത്തിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെ ചില സവിശേഷതകളാണ്, ചില പ്രത്യേകതകളാണ്, സവിശേഷതകളാണ്. പിന്നെ BJP-ക്കാർ ഇത് പറയണതിൽ വല്ല അത്ഭുതം ഉണ്ടാവില്ല. ജാതി പറഞ്ഞ് മതം പറഞ്ഞ് അവർ വോട്ട് പിടിക്കുന്നത്, അവരെപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. അതിലിപ്പോൾ എന്താ ഇത്ര അത്ഭുതം? അത് ഇലക്ഷൻ കമ്മീഷനാണ് നടപടിയെടുക്കേണ്ടത്. ഞങ്ങൾ പരാതിയും കൊടുത്തിട്ടുണ്ട്. ബി ഗോപാലകൃഷ്ണന്റെ പരാമർശത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ജില്ലാ കളക്ടറോടാണ് റിപ്പോർട്ട് തേടിയത്. പരാതിയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ജില്ലാ കളക്ടറുടെ ഒരു റിപ്പോർട്ട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് കൃത്യമായിട്ട് എല്ലാവരും പാലിക്കണമെന്നുള്ള നിർദ്ദേശം നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടി മീറ്റിംഗ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. സോ റിപ്പോർട്ട് വന്ന ശേഷം അത് അനലൈസ് ചെയ്തിട്ട് വേണ്ട നടപടി മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് അനുസരിച്ച് നമ്മൾ എടുക്കുന്നതായിരിക്കും. ഇല്ല, അതിപ്പോൾ ആ ടീംസ് അനലൈസ് ചെയ്തിട്ടാണ്. അതിലെ ഒരു മാനദണ്ഡങ്ങളുണ്ട്, അതനുസരിച്ചിട്ടാണ് നമുക്ക് അടുത്ത നടപടിയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്നത്. അതിലെ ലീഗൽ ഒപ്പീനിയൻ അടക്കം നമുക്ക് എടുക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ആക്ഷൻസ് നമ്മുടെ ഭാഗത്ത് നിന്ന് എടുക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എടുത്തിരിക്കും. കാരണം അത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ട് കൃത്യമായിട്ടുള്ള ആക്ഷൻ എടുക്കണമെന്നുള്ളതുണ്ട്. അത് നമ്മൾ തീർച്ചയായിട്ടും എടുത്തിരിക്കും. അത് നോക്കാം. ഇപ്പോൾ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് വരട്ടെ. റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത് നോക്കിയിട്ട് അതിൻ്റെ സിവിയാരിറ്റി എല്ലാം നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമ്മൾ തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കും. റിനു ശ്രീധർ വിശദാംശങ്ങളുമായി. റിനു, ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഇതാദ്യമായല്ല ബി ഗോപാലകൃഷ്ണൻ നടത്തുന്നത്. ഇപ്പോഴതിൽ ഉറച്ചു നിൽക്കുന്നു എന്നുകൂടി പറയുകയാണ്. ഇന്ന് കൂടുതൽ കടുത്ത പരാമർശങ്ങൾ ബി ഗോപാലകൃഷ്ണൻ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോൾ എങ്ങനെയാകും തുടർ നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗുരുതരമായ കാര്യം എന്ന് ഒറ്റവാക്കിൽ ഇപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്നതിൽ പരിശോധന നടത്തേണ്ടതുണ്ട്. വിവരങ്ങൾ എങ്ങനെയാണ്? അനുജ, എന്തായാലും ബി ഗോപാലകൃഷ്ണൻ BJP നേതാവ്, അദ്ദേഹത്തിൻ്റെ ഗുരുവായൂർ മലപ്പുറം പ്രസ്താവനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പരാതികളും ആരോപണങ്ങളുമാണ് ഉയർന്നത്. ഈ ആരോപണങ്ങൾക്കും പരാതികൾക്കും ശക്തമായിട്ടുള്ള നടപടിയെടുക്കാൻ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ടുള്ള രത്ന യു കേൽക്കർ അല്പസമയം മുമ്പാണ് നമ്മളോട് സംസാരിച്ച് അദ്ദേഹം പറഞ്ഞത് ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓരോ ടീം ഓരോ ജില്ലയിലും പ്രവർത്തിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ആ ടീം അനലൈസ് ചെയ്യും, അതിനുശേഷം റിപ്പോർട്ട് നൽകും. ആ റിപ്പോർട്ട് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും
ആയിരിക്കും തുടർ നടപടി എന്നുള്ളതാണ്. എന്തായാലും CPM അടക്കമുള്ള വിവിധ സംഘടനകൾ ഗോപാലകൃഷ്ണന്റെ ഈ ഒരു ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി തന്നെ നൽകിയിട്ടുണ്ട്. ആ പരാതിയെല്ലാം തന്നെ കൃത്യമായി പരിശോധിക്കും. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ചട്ടലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കും എന്നുള്ളതാണ്. എന്തായാലും ഈ വിവാദ പ്രസ്താവനയുടെ വീഡിയോ അടക്കം അല്ലെങ്കിൽ അതിന്റെ ദൃശ്യങ്ങളടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിൽ വർഗീയ പരാമർശങ്ങൾ ഉണ്ടായാൽ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. അനുജ, അതാണ് റിപ്പോർട്ട് വന്നതിന് ശേഷം അതിൽ നടപടി ഉണ്ടാകും എന്ന തരത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രസ്താവന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.